നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബി പോസിറ്റീവിന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ലക്ഷ്മി, ഇന്നെന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ തന്നെ എവരുടെയും പ്രിയപ്പെട്ട സംവിധായകനായ കമൽ സാർ. അദ്ദേഹത്തിന്റെ 3 ഫിലിംസ് ഇപ്പോൾ 25 വർഷം തികയാണ്. അതായത് ഉള്ളടക്കം, വിഷ്ണു ലോകം, പൂക്കാലം വരവായി. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രത്യേകത അറിയാലോ. അദ്ദേഹത്തിന്റെ പേര് അറിയാമോ? ഒറിജിനൽ പേര് കമൽ എന്നല്ലല്ലോ നമ്മൾ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കമലുദ്ദീൻ മുഹമ്മദ് നജീബ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആ പേര് പോലെ തന്നെ യുണീക്നെസ് അദ്ദേഹത്തിൻ്റെ എല്ലാ മൂവീസിനുണ്ട്. നമ്മുടെ മലയാളികളുടെ ഇടയിൽ അദ്ദേഹം അറിയപ്പെടുന്നത് കമൽ എന്നൊരു ചുരുക്കനാമത്തോടു കൂടിയാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ഫിലിം എടുത്ത് നോക്കിയാലും ഒരു വ്യത്യസ്തത പുലർത്തുന്ന ഒന്നാണ്. എല്ലാത്തിനും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് തന്നെ 43ഓളം ഫിലിം അദ്ദേഹം ഇപ്പം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഏതൊരു ഫിലിം എടുത്തു കഴിഞ്ഞാലും അന്നും ഇന്നും നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. കാരണം നിറം എന്നുള്ളൊരു ഫിലിം വളരെ മനോഹരമായ ഒരു പ്രണയ ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷേ ഇന്നും ആ ഒരു TV-യിൽ നമ്മളിത് കാണുമ്പോഴത്തേക്ക് ഇന്നും കുട്ടികൾക്ക് പ്രണയം ഉണർത്തുന്ന ഒരു ഫിലിമാണെന്ന് വേണമെങ്കിൽ പറയാം. അതിലെ ഓരോ സോങ്സും, അതിലെ ഓരോ അഭിനയ മുഹൂർത്തങ്ങളെല്ലാം നോക്കുമ്പോഴും ഇന്നത്തെ സിനിമകളെക്കാളും ഉപരി നോക്കുമ്പോൾ ആ ഒരു പ്രണയത്തിന് പ്രത്യേകത നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ക്യാമ്പസ് ലൈഫിനെല്ലാം പൊളിച്ചടുക്കിയ ഒരു മൂവിയായിരുന്നു. അന്നത്തെ ഒരു മെഗാ ഹിറ്റായിരുന്നു ആ ഒരു ഫിലിം. എന്തായാലും എനിക്ക് ഉള്ളടക്കം എന്നുള്ള ഫിലിമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, പാതിരാമഴ ഏതെന്നുള്ള പാട്ട്. അത് വരികളിലൂടെ ഹിറ്റായിട്ടുള്ള ഒരു പാട്ട്. അത് ഹൃദയക്ക് അറിയാമോ ആ പാട്ട്? കുറച്ചറിയാം. എങ്കിലും എന്നാ നമുക്ക് ഹൃദയയുടെ നാവിൽ നിന്ന് ആ ഒരു പാട്ട് നമുക്ക് കേട്ടാലോ? തീർച്ചയായും. പാതിരാമഴയേതോ ഹംസഗീതം പാടി വീണപ്പൂവിതളെങ്ങോ പിന്നിലാവിലലിഞ്ഞു നീലവാർമുകിലോരം ചന്ദ്രഹൃദയം തേങ്ങി പാതിരാമഴയേതോ. വളരെ മനോഹരമായി ഞാൻ ആസ്വദിച്ചു പോയേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഹൃദയ പാടിയപ്പോഴത്തേക്കും ആ ഒരു ഫിലിമിൻ്റെ ആ ഒരു മൊമെന്റിലോട്ട് പോയി. അത് അശോകന്റെ ആ ഒരു ഹോസ്പിറ്റലിലെ ആ ഒരു സീൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് ഇപ്പം ആ ഹൃദയ ഓരോരുത്തരും മനസ്സിൽ ആ സോങ്ങിന്റെ ആ ഒരു വിഷ്വലൈസേഷൻ എല്ലാം നിറങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു പാട്ടിലൂടെ തന്നെയാണ് നമുക്ക് ഈ ഒരു സെഗ്മെന്റിലൂടെ നമുക്ക് കടക്കാം. ആദ്യമായി ശുഭസംഗീതം. നാദലയങ്ങൾ ചേർത്തു താളമാലിക ചേർത്തു പൊന്നും വയമ്പും നിറച്ചു പുരന്ദരദാസൻ പ്രഭാവൻ. കണ്ണേ പൂജിക്കുക നീ വളർന്നിടുക ചൊല്ലി അവളുടെ കാതിൽ താതിൻ്റെ തെരുവിലെ തമ്പുരു കേട്ടും ഭജനാമൃതങ്ങൾ അറിഞ്ഞും പിച്ച വെച്ചവൾ മെല്ലെ വളർന്നു. ദക്ഷിണ ഭാരത സംഗീതം 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 നാദലയങ്ങൾ ചേർത്തു താളമാലിക ചേർത്തു. ലക്ഷ്മി, ഇന്ന് മെയ് 26. മുമ്പ് 1805 നെപ്പോളിയൻ ബൊണപാർട്ടെ അദ്ദേഹം ഇറ്റലിയുടെ തന്നെ രാജാവാകുകയാണ് ചെയ്തത്. അപ്പോൾ അത്രത്തോളം ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇന്ന്.
ഇന്ന് മറ്റൊരു പ്രത്യേകതയോടെ ഉണ്ട് ഹൃത്യ. കാരണം ഇന്ന് 1969 അതേ ദിവസം തന്നെ നമ്മുടെ അപ്പോളോ 10 ബഹിരാകാശ വാഹനം സ്പേസിൽ പോയിട്ട് അതിലെ ശാസ്ത്രജ്ഞർ വളരെ വിജയകരമായി തിരിച്ചു വന്ന ദിവസമാണിന്ന്. അങ്ങനെ വളരെ ഒരുപാട് മുഹൂർത്തങ്ങളുള്ള ദിവസമാണിന്ന്. ഇന്ന് അതുപോലെ പറഞ്ഞ പോലെ ഒത്തിരി ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിവസമാണിന്ന്. അപ്പോൾ അത്തരത്തിലൊരു ചരിത്ര പ്രാധാന്യത്തെ കുറിച്ച് കൊണ്ട് തന്നെ നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. ചരിത്രത്തിൽ ഇന്ന്. ഹൃദ്യ, നമുക്കറിയാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളും മലയാളം മീഡിയം സ്കൂളും. കാരണം പണ്ട് കാലങ്ങളിലുള്ള മാതാപിതാക്കൾ അല്ലെങ്കിൽ ഇപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ്, കുട്ടികളെ മലയാളം മീഡിയം സ്കൂളിൽ പഠിപ്പിക്കത്തില്ല. കാരണം ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ച് ഉയർത്താനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ മേന്മ എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അത് തെറ്റിദ്ധാരണയാണ്. കാരണം മലയാളം മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നോളേജ് കുറവാണെന്നും അവർക്ക് സംസാരിക്കാൻ കഴിവില്ല എന്നുള്ള രീതിയിൽ മാതാപിതാക്കൾ അവരെ കുട്ടികളെ കാണുന്നു. അതുകൊണ്ട് തന്നെ ജനിച്ച മുതൽ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ട് പഠിപ്പിച്ച് അവരെ വളരെ പൊങ്ങച്ചക്കാരായി വളർത്താനുള്ള രീതിയാണ് മാതാപിതാക്കൾ കൂടുതലും കാണിച്ചു വരുന്നത് അല്ലേ? അത് ആ അച്ഛനമ്മമാരുടെ ആ ഒരു വ്യൂ എന്ന് തന്നെ പറയാം. അപ്പോൾ അത്തരത്തിൽ പെട്ടെന്ന് ലക്ഷ്മി ഈ ഒരു സ്റ്റോറി എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വായിച്ച് എനിക്ക് തന്നെ ഇൻസ്പയർഡ് ആയിട്ടൊരു കഥയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതായത് ആനന്ദ് നീലകണ്ഠൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം കുഞ്ഞിലെന്ന് പറയുന്നത് സാധാരണ ഇതുപോലെ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചെങ്കിൽ കൂടി അദ്ദേഹം എഞ്ചിനീയറിംഗ് പാസ്സായ ആളാണ്. അപ്പോൾ അദ്ദേഹം കോളേജിൽ ഒരു പ്രസംഗം ഇംഗ്ലീഷിൽ അവതരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം തന്നെ ആ സമയത്ത് തന്നെ പഠിച്ചവതരിപ്പിച്ച ഒരു പ്രസംഗം ആയതുകൊണ്ട് തന്നെ ഒത്തിരി മിസ്റ്റേക്സ് അതിൽ ഉണ്ടായിരുന്നു. അന്ന് കോളേജിലുള്ള ആ കുട്ടികളൊക്കെ തന്നെ അദ്ദേഹത്തിന് കൂകി സ്റ്റേജിൽ നിന്ന് കളിയാക്കി ഇറക്കിയ ഒരു സ്റ്റോറിയാണ് ഞാൻ വായിച്ചത്. പിന്നീട് അദ്ദേഹം അതിൽ നിന്നും ഉൾക്കൊണ്ട് തന്നെ ഇംഗ്ലീഷ് പഠിച്ച് ഇപ്പോൾ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി ഇന്ത്യയിൽ തന്നെ ചേതൻ ഭഗത് പോലെ വിറ്റഴിച്ച് ലക്ഷക്കണക്ക് കോപ്പികൾ വിറ്റഴിച്ച് പോകുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബുക്സാണ്. അപ്പോൾ അത്രത്തോളം ഇൻസ്പയർഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പം ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്ന് പറയുന്നത് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ ഒരു വേർതിരിവോട് കൂടിയല്ല. തീർച്ചയായിട്ടും നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു, നമുക്ക് എത്രത്തോളം ആഗ്രഹമുണ്ടോ അതനുസരിച്ച് തന്നെ നമുക്ക് എന്ത് സ്വായത്തമാക്കാവുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പുസ്തകം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻസ്പയറിംഗ് പോലെയാണ്. എന്തായാലും നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് തന്നെ കടക്കാം. ഡോക്ടർ എം രാജീവ് കുമാറിന്റെ കന്നഡ. കന്നഡയിലേക്ക് സ്വാഗതം. ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു കവിത സച്ചിദാനന്ദൻ്റെ ചില പ്രണയങ്ങൾ എന്ന പേരിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിലുണ്ട്. ഈ ആഴ്ചത്തിലെ പ്രധാന കവിത എന്ന് പറയാൻ കാരണം പ്രണയ കവിതകൾ ധാരാളം എഴുതിയ ആളാണ് സച്ചിദാനന്ദൻ. പക്ഷേ വളരെ ജനപ്രിയമായ ഒരു പ്രണയ കവിതയാണ് ചില പ്രണയങ്ങൾ എന്ന പേരിൽ സച്ചിദാനന്ദൻ മാതൃഭൂമിയുടെ മെയ് 15 ലക്കത്തിൽ എഴുതിയിരിക്കുന്നത്. ചില പ്രണയങ്ങൾ പകർച്ചപ്പഴി പോലെയാണ്, അതിനെപ്പറ്റിയാണ് ബാക്കിയുള്ളത്. ചില പ്രണയങ്ങൾ വസൂരി പോലെയാണ്, അത് കഴിഞ്ഞ് ചില പ്രണയങ്ങൾ ഭ്രാന്ത് പോലെയാണ്. ഈ അവസ്ഥകളെല്ലാം ശരിയായ വിധത്തിൽ ആഖ്യാനം ചെയ്തതിന് ശേഷം ഒടുവിലുള്ള 4 വരിയുണ്ട്. ഒരിക്കലും സാക്ഷാത്കരിക്കാൻ ഇടയില്ലാത്ത പ്രണയമാണ് ഏറ്റവും മനോഹരമായ പ്രണയം. അത് അവസാനിക്കുന്നേയില്ല, രാധയുടേതുപോലെ. ഈ 4 വരി ആകുമ്പോഴാണ് ഈ ചില പ്രണയങ്ങൾ എന്ന ഈ കവിതയുടെ സാഫല്യം, എഴുത്തിൻ്റെ ശക്തിയായ ഒരു ആഖ്യാന രീതി സച്ചിദാനന്ദൻ പ്രകടിപ്പിക്കുന്നത്. ഏറ്റവും എല്ലാ ആഴ്ചയും മിക്കവാറും ആനുകാലികങ്ങളിൽ സച്ചിദാനന്ദൻ്റെ ഓരോ കവിത വീതം പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇത്രയും അധികം കവിതകൾ എഴുതിയ കവികൾ മലയാളത്തിൽ വളരെ ചുരുക്കമാണ്. ഇത് മാതൃഭൂമിയുടെ പുതിയ ലക്കത്തിൽ വന്ന വിശേഷമാണ്. ഭാഷാഭൂഷണിയുടെ മെയ് ലക്കത്തിൽ 2 ശക്തമായ കവിതകളുണ്ട്, പുതിയ കവികളുടേതാണ്. ബിജോയ് ചന്ദ്രൻ്റെയും VR സന്തോഷിൻ്റെയും കവിതകളാണവ. ബിജോയ് ചന്ദ്രൻ്റെ മണ്ണിര എന്ന കവിത സാധാരണ കാവ്യഗുണമുണ്ടോ എന്ന് തിരക്കുന്ന ഒരാൾക്ക് പുതിയൊരു സംവേദന രീതിയിലുള്ള കാവ്യഗുണമാണ് ഇതിൽ നിന്നും എടുക്കാൻ കഴിയുന്നത്. ചെരുപ്പിൽ പറ്റിപ്പിടിച്ച മൺപൊടിയെ അന്ന് ഞങ്ങൾ തൂത്ത് കളഞ്ഞിരുന്നില്ല. പഴയ ചില ഇടിപ്പുകൾ അതിൽ ബാക്കി നിന്നിരുന്നു. മണ്ണായിരുന്നു പൊള്ളും പകൽ വഴി, ചെന്നു ചേർന്ന കറുത്ത രാവും കൂടി, ഒക്കെയും മണ്ണിലേക്ക് അടരുന്ന മാംസവും കണ്ണീരും ജലവും. ഈ വിധത്തിലാണ് ഈ കവിത പോകുന്നത്. ഇതിൽ കാവ്യഗുണം തിരയുന്ന ആളുകൾക്ക് വളരെ വസ്തുതാപരമായ
ആഖ്യാനങ്ങളിലൂടെ ഒരു കവിത രചിക്കുന്ന രീതിയാണ് വിജയചന്ദ്രൻ്റെ രീതി. അത് തന്നെയാണ് VR സന്തോഷിൻ്റെയും രീതി. ഈ രണ്ട് കവിതകളും ഏറ്റവും പുതിയ കാലഘട്ടത്തിൻ്റെ കവിതകളാണ് എന്ന് പറയുന്നത്. അതിൽ ആടയാഭരണങ്ങളോ അലങ്കാരങ്ങളോ ഇല്ലാതെ വെറും പദാവലികൾ കൊണ്ട് അതിൻ്റെ സമ്യക്കായ യോജിപ്പിലൂടെ ഒരു കാവ്യ സ്വഭാവം പ്രകടമാക്കുന്നു എന്നുള്ളതാണ്. ഇത് ഭാഷാഭൂഷണിയുടെ പുതിയ ലക്കത്തിൽ വന്ന വിശേഷം. യമുന ദൈവത്താൾ എഴുതിയ ഒരു കഥ പാളങ്ങൾ ദേശാഭിമാനിയുടെ മെയ് 15 ലക്കത്തിൽ കാണാം. ഈ കഥയുടെ പ്രത്യേകത ഇന്നത്തെ സ്ത്രീ വിഷയമാണ്. കാണാതാവുന്ന പെൺകുട്ടികൾ, അതുപോലെ തന്നെ മറ്റ് മാർഗങ്ങളിലൂടെ മാംസ വിൽപ്പന നടത്തുന്ന അധീശവർഗം, ഇങ്ങനെ ഈ പല വിഷയങ്ങൾ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ, പുതിയ കാലഘട്ടത്തിൽ പത്രപംക്തികളിലുമൊക്കെ കണ്ടുവരുന്ന സ്ത്രീ ശരീരവും അതുപോലെ സ്ത്രീയുടെ നേരല്ലാത്ത പോക്കും അതിനു മേലുള്ള അധീശത്വവും എല്ലാം ചേർന്ന ഒരു പ്രമേയമാണ് യമുന ദൈവത്താൾ ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്ന ഈ കഥയിലുള്ളത്. ഇത് വളരെ മനോഹരമായി തന്നെ അതിൻ്റെ ചിത്രണവും ഒക്കെ കൊണ്ട് ഈ 4 പുറങ്ങളിൽ ഈ കഥ നന്നായി തന്നെ ദേശാഭിമാനികൾ കൊടുത്തിട്ടുണ്ട്. ഇത് പുതിയ ലക്കത്തിലെ വിശേഷം. BV കുമാറിൻ്റെ ഒരു കഥ മെയ് 16 മാധ്യമം ആഴ്ചപ്പതിപ്പിലുണ്ട്. തികച്ചും അസാധാരണമായ ഒരു സംഭവം എന്നാണ് കഥയുടെ പേര്. വളരെ ചുരുക്കം മാത്രമായി എഴുതുന്ന കഥാകൃത്താണ് BV കുമാർ. ഇതും ഗൂഢമായ ഒരു സംഭവത്തിൻ്റെ ചുരുളഴിക്കുന്ന വിധത്തിലാണ് കഥ നീങ്ങുന്നത്. സ്വന്തം ഭാര്യയെ കാണാനില്ല, ഭാര്യ എവിടെയാണ് പോയത് എന്ന് അന്തിച്ചിരിക്കുന്ന ഭർത്താവ്, അവളുടെ ഡയറി കുറിപ്പുകളിലൂടെ ഭർത്താവ് സഞ്ചരിക്കുന്നു. അങ്ങനെ വളരെ രസകരമാണ് ഈ കഥ. ഡയറി കുറിപ്പുകളെല്ലാം കാവ്യാത്മകമാണ്. കവിതാശകലങ്ങളും കഥാശകലങ്ങളും കൊണ്ട് നിറഞ്ഞ ഡയറി കുറിപ്പുകളാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതെല്ലാം ഒന്ന് പരിശോധിക്കുകയാണ്. കഥയുടെ ഒടുവിൽ സ്വാതന്ത്ര്യത്തോടു കൂടി അവളെ നിങ്ങൾക്ക് പറഞ്ഞയച്ചുകൂടെ എന്ന് പോലീസ് ഓഫീസർ ചോദിക്കുന്നതോടുകൂടി കഥ അവസാനിക്കുകയാണ്. സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് ഇതിലെ വിഷയം. ഈ പുരുഷാധിപത്യത്തിൽ അമർന്ന ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വീട് വിട്ടിറങ്ങുന്ന കാര്യമാണ് ഇതിനകത്തുള്ളത്. ഇത് രസകരമായി, രസനീയമായി BV കുമാർ അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ് കഥയുടെ ഒരു പ്രത്യേകത. ഇത് മാധ്യമ ആഴ്ചപ്പതിപ്പിൻ്റെ പുതിയ ലക്കത്തിൽ വന്ന വിശേഷമാണ്. കോട്ടയത്ത് നിന്ന് പ്രസിദ്ധപ്പെടുത്തുന്ന യെസ് മലയാളത്തിൽ സമകാലീന കവിതകളെ വിശകലനം ചെയ്യുന്ന ഒരു പങ്ക്തിയുണ്ട്. നകുൽ VG എന്ന കവിയാണ് എഴുതുന്നത്. നകുൽ VGയുടെ ഈ ലേഖനത്തിൽ, വിശകലനത്തിൽ, സമകാലിക കവിതയെ ചർച്ച ചെയ്യുന്ന ഈ പങ്ക്തിയിൽ പുതിയ എഴുത്തുകാരെ മുഴുവൻ അണിനിരത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ പഴകുതേഞ്ഞ കാവ്യകൽപ്പനകളിൽ നിന്ന് വിമുക്തി നേടി ഏറ്റവും പുതിയ മലയാളത്തിലെ കവികളെ അണിനിരത്തുക. എസ് ജോസഫ്, അഷ്റഫ് ഡി റാസി എന്ന ഏറ്റവും പുതിയ കവിയെ വരെ ഈ ലേഖനത്തിൽ പരാമർശ വിഷയമാക്കുന്നുണ്ട്. ഇത് യെസ് മലയാളത്തിൻ്റെ പുതിയ ലക്കത്തിലെ വിശേഷമാണ്. സ്ത്രീ ശബ്ദത്തിൻ്റെ ഏറ്റവും പുതിയ ലക്കം മെയ് ലക്കത്തിൽ വിനോദ് വെള്ളായണി എഴുതിയ ഒരു കവിതയുണ്ട്. അത് 15 ഖണ്ഡങ്ങളായിട്ടാണ് ഈ കവിത ഇവിടെ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ബ്ലോഗിലും അതുപോലെ തന്നെ നമ്മളേത് ദൃശ്യമാധ്യമത്തിൽ, ഈ പുതിയ നവമാധ്യമങ്ങളിലെല്ലാം കവിത എഴുതുന്ന ആളാണ് വിനോദ് വെള്ളായണി. ഫേസ്ബുക്ക് നോക്കിയാൽ വിനോദ് വെള്ളായണിയുടെ കവിത എന്നും കാണാം. അതുപോലെ ആനുകാലികങ്ങളിലും പലപ്പോഴും വിനോദ് വെള്ളായണിയുടെ കവിത കാണാം. ഇവിടെ 15 ഖണ്ഡങ്ങളായി 3 വരി വെച്ച് അദ്ദേഹം കവിത എഴുതി. അതിൻ്റെ ഉദാഹരണമായിട്ട് 1-2 ഖണ്ഡങ്ങൾ വായിക്കാം. ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം പറന്നകന്നു പോയിരുന്നു ശംഖിനുള്ളിലെ സമുദ്ര സംഗീതം. മറ്റൊന്ന്, നിൻ്റെ പ്രത്യേകതയുള്ള ചുംബനങ്ങൾ എന്നെ തൊടുമ്പോൾ സൂര്യൻ പനിനീർപ്പൂവുകളുടെ മുടിയിഴകളെ തലോടുന്നു, തന്നിലേക്ക് അടുപ്പിച്ച് ഒരു നദി കണ്ണുപൊത്തി ഒഴുകുന്നു. ഈ വിധത്തിൽ ഒരു 3 മുക്കാലുകളുടെ സൗന്ദര്യം ദീക്ഷിക്കുന്ന കവിതകളാണ്. ഇത് ഈ ഹൈക്കു കവിതകളെ അനുസ്മരിക്കുന്നുണ്ടെങ്കിലും അത്രയും ദാർശനികമല്ല ഈ കവിതകൾ എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇത് സ്ത്രീ ശബ്ദത്തിൽ വന്ന വിശേഷമാണ്. തൃശ്ശൂരിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തുന്ന എഴുത്ത് എന്ന മാസികയുടെ മെയ് ലക്കത്തിൽ കെ ജയശീലൻ്റെ കവിതകളുണ്ട്. കെ ജയശീലൻ വളരെ പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായ കവിയാണ്. പുതിയ പ്രായം കൊണ്ട് മുതിർന്നതാണെങ്കിലും
ഇളം തലമുറയുടെ കവിതകളെ വെല്ലുന്ന കവിതകളാണ് ജയശീലൻ്റേത്. അദ്ദേഹത്തിൻ്റെ വിളക്ക് വെളിച്ചത്തിനെ, അതുപോലെ നൂല് എന്നീ കവിതകൾ വളരെ സമ്പന്നമാണ്. അത് മാത്രമല്ല, ജയശീലൻ്റെ ഒരു ലേഖനവും ഇതിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. എഴുത്ത് എന്ന മാസികയുടെ പുതിയ ലക്കത്തിൻ്റെ വിശേഷമാണിത്. മുംബൈയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തുന്ന മുംബൈ കാക്കയിൽ രാജേഷ് ചിറപ്പാട് കവിത എന്ന ദേശവും അടയാളവും എന്ന ഒരു വിമർശന പങ്ക്തിയുണ്ട്. കവിതകളെ ശരിയായ വിധത്തിൽ വിമർശിക്കുന്ന, അതിൻ്റെ നന്മകളെ എടുത്തു കാണിക്കുന്ന, സമകാലിക കവിതയുടെ പ്രത്യേകതകൾ വ്യക്തമാക്കുന്ന ഒരു 3 പുറത്തിലുള്ള പങ്ക്തി. ഇതും ഏറ്റവും പുതിയ കവികളുടെ സമകാലികമായ യാത്ര ശരിയായ വിധത്തിൽ ആഖ്യാനം ചെയ്യുന്ന ഒരു പങ്ക്തിയാണ്. ഇത് മുംബൈയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തുന്ന കാക്ക എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ ഏറ്റവും പുതിയ ലക്കത്തിൽ അവർ ത്രൈമാസികയാണ്, ഏപ്രിൽ മെയ് ജൂൺ ലക്കത്തിൽ വന്ന വിശേഷമാണ്. ഇന്നത്തെ കന്നഡ ഇവിടെ സമാപിക്കുന്നു. അടുത്ത കന്നഡ വരുന്ന വ്യാഴാഴ്ച ഇതേ സമയം. ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ശ്രീമതി ഭാഗ്യലക്ഷ്മിയാണ്. എന്തായാലും ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ മറക്കാനാവാത്ത ഒരു സുന്ദരമായിട്ടുള്ള പ്രഭാതത്തെ പറ്റി നമുക്ക് കേൾക്കാം. അടുത്തതായി സുന്ദരം പ്രഭാതം. എനിക്ക് മറക്കാൻ സാധിക്കാത്ത ഒരു പ്രഭാതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ സംഗീത രംഗത്താണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ മേഖലയിൽ എനിക്ക് ധാരാളം അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ വൈക്കം സായി സമിതിയിൽ ഒരു 1 മണിക്കൂർ കച്ചേരി ചെയ്യാനായിട്ട് പോയിരുന്നു. അപ്പോൾ അത് രാവിലെ ആയിരുന്നു ആ പ്രോഗ്രാം പാടി ഞാൻ കച്ചേരി ചെയ്ത് സായി ഭജൻസ് 2-3 ഭജൻസ് പാടിയപ്പോഴത്തേക്ക് എനിക്ക് ഒരു പ്രത്യേക അനുഭൂതിയാണ് ഉണ്ടായത്. മാത്രമല്ല, അന്ന് ആ വേദിയിൽ സ്റ്റേജിൽ തന്നെ മുകളിൽ നിന്ന് പൂക്കളുടെ ഒരു വർഷം, പുഷ്പാഭിഷേകം പോലെ എൻ്റെ പുറത്ത് വന്ന് വീണു. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ സായിബാബയുടെ ഒരു അനുഗ്രഹമായിട്ട് എന്നും കരുതുകയാണ്. മറ്റൊന്ന് പറയുകയാണെങ്കിൽ, ഗുരുവായൂരിൽ ചെമ്പൈ സംഗീതോത്സവത്തിൽ ഒരു പ്രാവശ്യം പാടിയപ്പോഴത്തേക്ക് ഹംസാനന്ദയിലുള്ള ഒരു കൃതി ഞാനിവിടെ ആലപിക്കുകയുണ്ടായി. ആ കീർത്തനം പാടിയപ്പോൾ എനിക്ക് എൻ്റെ മുന്നിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ നൃത്തം ചെയ്യുന്നതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. അതിൻ്റെ ഒരു 2 വരി ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടിക്കേൽപ്പിക്കുകയാണ്. രാസകേളിതൻ ലയലഹരിയോ മമ ഹൃദയമൃദംഗതാളം കണ്ണാരാസകേളിതൻ ലയലഹരിയോ മമ ഹൃദയമൃദംഗതാളം കണ്ണാരാസകേളിതൻ ലയലഹരിയോ മമ ഹൃദയ മൃദംഗതാളം കണ്ണാരാസകേളിതൻ ലയലഹരിയോ മമ ഹൃദയ മൃദംഗതാളം കണ്ണാരാസകേളിതൻ ലയലഹരിയോ മമ ഹൃദയമൃദംഗതാളം കണ്ണ ഈ കീർത്തനം പാടിക്കഴിഞ്ഞപ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഉണ്ണികൃഷ്ണൻ്റെ രൂപത്തിൽ എൻ്റെ മുന്നിൽ നൃത്തം ചെയ്യുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഇത് എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. മാത്രവുമല്ല, ഇത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയും ചെയ്യും. ഇനി കത്തുകൾ വായിക്കേണ്ട സമയമാണ്. ഖത്തറിൽ നിന്നും മഹേഷ് എഴുതിയ കത്താണിത്. അപ്പോൾ മഹേഷ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബി പോസിറ്റീവിലെ അവതാരകനെല്ലാം ഒരു മികച്ച നിലവാരം സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആങ്കേഴ്സിനെ പറ്റി ഇത്ര നല്ലൊരു അഭിപ്രായം പറഞ്ഞതിന് താങ്ക്സ്. കൂടാതെ നമ്മുടെ പ്രവീൺ പരമേശ്വർ അവതരിപ്പിക്കുന്ന വഴിത്തിരിവ് എന്ന സെഗ്മെൻറ്റ് ബി പോസിറ്റീവിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും തന്നെ ഒരു പ്രത്യേക എനർജി നൽകുന്നുണ്ടെന്ന് മഹേഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബി പോസിറ്റീവിൻ്റെ എല്ലാ എപ്പിസോഡ്സും കാണുന്നുണ്ട്. ഇനി കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം യൂട്യൂബിൽ കയറി കാണുന്നുണ്ടെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. സോ നമ്മുടെ ബി പോസിറ്റീവിനെ ഇത്രയേറെ സ്നേഹിക്കുന്ന മഹേഷിന് വേണ്ടിയിട്ട് ഒരു താങ്ക്സ് നമ്മൾ പറയുന്നു. ഇനി നിങ്ങൾക്ക് ഇനി ഇതിലേറെ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നമുക്ക് എഴുതി അറിയിക്കേണ്ട വിലാസം: ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടിക്കുളങ്ങര, തിരുവനന്തപുരം 1. ഫോൺ 04712466 160. ഇമെയിൽ panoramatvmedia@gmail.com.
അപ്പോൾ ലക്ഷ്മി, ഇന്നത്തെ ബി പോസിറ്റീവിന്റെ ആ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കമൽ സാറിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ. പക്ഷെ നമുക്ക് എന്നാലും ഈ ഒരു എപ്പിസോഡ് കൊണ്ട് അദ്ദേഹത്തെ പറ്റി നമുക്ക് പറഞ്ഞു മുഴുവിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത്തരത്തിൽ ഒരുപാട് സിനിമകളെ പറ്റി അഭിപ്രായങ്ങളും അനുഭവങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ടെങ്കിൽ പോലും ഇന്നൊരു ദിവസം കൊണ്ട് നമുക്കത് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്ന കാര്യമല്ല, അല്ലേ? അദ്ദേഹത്തിന്റെ മൂവീസ് തന്നെ ഒത്തിരി ഉണ്ട്, നമുക്ക് ഒരു ലിസ്റ്റ് എടുക്കാൻ തന്നെ ഒത്തിരി ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു മൂവി പൂക്കാലം വരവായിരുന്ന മൂവിയിൽ തന്നെ ഒരു എവർഗ്രീൻ സോങ് ഉണ്ട്, നമ്മളെ വേണു സാർ പാടിയ ഒരു സോങ്. അത് ലക്ഷ്മിക്ക് അറിയത്തില്ലേ ആ സോങ്? ഏതോ വാർമുകിലിൽ എന്നുള്ള സോങ്. എന്നാൽ നമുക്ക് ലക്ഷ്മിയുടെ ആ ഒരു സോങ്ങോട് കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡിന് വൈൻഡപ്പ് ചെയ്യാം. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഏതോർമകളായി കിനാവിലെ മുത്തേ നീ വന്നു, ഓമലേ ജീവനിൽ അമൃതികാനായി വീണ്ടും മണ്ണിലെ തോർമകളായി കിനാവിലെ മുത്തേ നീ വന്നു. ശരിക്കും ഒരു സൂതിങ് ഒരു അനുഭവമായിരുന്നു ഇത് ശ്രീലക്ഷ്മിയുടെ പാട്ടെന്ന് പറയുന്നത്. ബി പോസിറ്റീവിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇത് ഒത്തിരി ഒത്തിരി ഇഷ്ടമായി കാണുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. സോ ലക്ഷ്മി, താങ്ക്സ് ഫോർ ദ സോങ്. ഇന്നത്തെ ബി പോസിറ്റീവിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും ഇതുപോലൊരു മ്യൂസിക്കൽ ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.